ഡേറ്റ അനലിറ്റിക്സ് ടോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു പേരന്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ കുട്ടി ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നത് ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡാണ്. എന്താണ് ഡേറ്റ അനലിറ്റിക്സിൽ നിങ്ങൾ ചെയ്യുന്നത്? പൈതൺ പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഈ പൈതൺ പഠിച്ചാൽ മതിയോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഡേറ്റ അനലിറ്റിക്സിൽ വരുന്നത്? എന്തെല്ലാം ടൈപ്പ് ഓഫ് ജോലിയാണ് അവർ ചെയ്യുന്നത്? എന്താണ് അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ? എങ്ങനെയായിരിക്കും അവരുടെ സാലറി പാറ്റേൺ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഐ തിങ്ക് ഹി വാസ് ഹാപ്പി. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ആദ്യമായി തന്നെ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡ് ചൂസ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വളരെയധികം ജോലി സാധ്യതകളുള്ള മേഖലയാണ് ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, ഡേറ്റ ആർക്കിടെക്റ്റിംഗ്, ഡേറ്റ ഗവേണൻസ്. സോ തീർച്ചയായും ഇതിൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് ആണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് വേറെ ടോക്കുകളിൽ പ്രതിപാദിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ആരാണ് ഡേറ്റ അനലിസ്റ്റ്? എന്താണ് അവർ ചെയ്യുന്നത്? എന്തൊക്കെ ടൂളുകളാണ് അവർക്ക് അറിഞ്ഞിരിക്കേണ്ടത്? ഇത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ടോക്കിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. സോ ഹൂ ഈസ് എ ഡേറ്റ അനലിസ്റ്റ്? So a data analyst is a professional who specializes in collecting, processing, and performing statistical analysis on large data set. So they use various tools and techniques to turn raw data into meaningful information that can be used to make informed decisions. So the definition is very simple. Just a few things. He is a professional. He collects data. He processes data. He applies statistical techniques on a large data set. We will come to tell you what is a large data set. Then for what? He applies some tools to turn this raw data into meaningful information. For what? To make informed decision. So മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ അവർ ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്ത് ആ ഡേറ്റയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്ത് ആ റോ ഡേറ്റയെ മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ഒരു ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ഡേറ്റ അനലിസ്റ്റുകളും ചെയ്യുന്നത് പണി ഇതാണ്, എല്ലാവരും പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഡേറ്റ അനലിസ്റ്റുകൾ വർക്ക് എല്ലാം ഒരു ഡൊമൈൻ സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡൊമൈൻ? ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി. സോ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്. ഇപ്പൊ ഒരു ബാങ്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു അനലിസ്റ്റ് ചെയ്യുന്ന വർക്ക് ആ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെ? ആ ബാങ്കിലെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്കുക. ഒരു ബാങ്കിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻ ഉണ്ടാവും? ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതായത് ഒരു മണിയുടെ വ്യാപാരങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ബാങ്കിങ്. മണി ഡിപ്പോസിറ്റ് ചെയ്യുക, മണി വിഡ്രോ ചെയ്യുക, ലോൺ എടുക്കുക, ലോൺ റിട്ടേൺ ചെയ്യുക, അതുപോലെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക, അതുപോലെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആ ബാങ്കിലുണ്ട്, അല്ലെ? ബാങ്കിന്റെ ടേൺ ഓവർ, ബാങ്കിലെ എംപ്ലോയീസ്. ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്ന വർക്ക് ആ ബാങ്കിന്റെ ഡിസിഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്യുക? എത്രമാത്രം കസ്റ്റമേഴ്സ് ഉണ്ട്, ഓരോ ദിവസവും എന്തോരം വോളിയം ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു, എത്രമാത്രം ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്നു, എത്രമാത്രം ലോൺ റിട്ടേൺ ആകുന്നു, അതുപോലെ തന്നെ ആ ബാങ്കിൽ എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്, അല്ലെ? ആ ബാങ്കിന്റെ ഒരു വർഷ വാർഷിക വരുമാനം എത്രയാണ്, വാർഷിക ടേൺ ഓവർ എത്രയാണ്, ഓരോ മാസത്തിലും എത്രമാത്രം ആക്ടിവിറ്റികൾ നടക്കുന്നു, അത് ഒരു വർഷത്തേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് വർഷങ്ങളിൽ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷനിൽ നടന്നത്, അത് കഴിഞ്ഞ 5 വർഷം കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ
ഏത് വർഷമായിരുന്നു ടേൺ ഓവർ ഉണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ ഒരു പാറ്റേൺ, ഒരു ട്രെൻഡ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ അനലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സെയിം വേ നമ്മൾ ഒരു ഹെൽത്ത് കെയറിൽ പോവുക, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഹോസ്പിറ്റൽ സാധാരണയായി ഡീൽ ചെയ്യുന്നത് പേഷ്യൻസുമായിട്ടാണ്. പേഷ്യൻസ്, ഡോക്ടേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ, റൈറ്റ്? അപ്പം ആ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ് ആക്ടിവിറ്റി, എത്രമാത്രം ബെഡുകളുണ്ട്, എത്രമാത്രം എക്യുപ്മെന്റ്സ് ഉണ്ട്, എത്രമാത്രം സ്റ്റാഫ് ഉണ്ട്, അത് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാം എത്ര പേഷ്യൻസ് ഡെയിലി വരുന്നു, ആ ഏതെല്ലാം പുതിയ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ പറ്റും, അതായത് നിലവിലുള്ള പേഷ്യൻസിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങാൻ പറ്റും, എന്തെല്ലാം ലാബുകൾ ആവശ്യമുണ്ട്, അടുത്ത 10 വർഷത്തേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഒരു ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഹെൽത്ത് കെയറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ടും തികച്ചും രണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരു ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഓരോ ഇൻഡസ്ട്രിയിലും സെയിം ആവണമെന്നില്ല. സോ എ ഡേറ്റ അനലിസ്റ്റ് ബേസിക്കലി ചെയ്യുന്നത് ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ഇൻഡസ്ട്രിയിലെ ഡേറ്റ കളക്ട് ചെയ്ത്, ആ ഇൻഡസ്ട്രിയിലെ ഡേറ്റ പ്രോസസ് ചെയ്ത്, ആ ഇൻഡസ്ട്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത്, അതിന് റെലവൻ്റ് ആയിട്ടുള്ളത് അല്ലേ അപ്ലൈ ചെയ്ത് ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ഒരു ഡേറ്റ അനലിസ്റ്റിന്റെ ജോലി. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്ന മേജർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയാം അല്ലെ. ഫസ്റ്റ്, ഡേറ്റ കളക്ഷൻ. ടു ടേക്ക് എക്സാമ്പിൾ ഓഫ് ഹെൽത്ത് കെയർ. സോ ഒരു ഹോസ്പിറ്റലിൽ ഡേറ്റ സൂക്ഷിക്കുന്ന പല വിധമായിരിക്കും, പല ഫോർമാറ്റിലായിരിക്കാം. ചിലപ്പോൾ എക്സൽ ആയിട്ട് സ്റ്റോർ ചെയ്യാം, മേ ബി അത്യാവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റും പേഷ്യൻസിൻ്റെ ലിസ്റ്റും അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ലിസ്റ്റും എല്ലാം എക്സൽ ആയിട്ട് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മേ ബി വേറെ ഏതെങ്കിലും ടൂൾ വെച്ചായിരിക്കാം അല്ലെ ഡ്യൂട്ടി സ്കെഡ്യൂൾസ് ഒക്കെ ചെയ്യുന്നത്. അവരുടെ എംപ്ലോയീസിന്റെ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, HR റിലേറ്റഡ് കാര്യങ്ങൾ, ചിലപ്പോൾ എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് മേ ബി സം ഡേറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ERP സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ വെറുതെ സം ആപ്ലിക്കേഷൻസ് മേ റൺ ഓൺ ആക്സസ്. സോ എക്സൽ, സം ഡേറ്റാബേസസ്, സം ERP സിസ്റ്റംസ്, മേ ബി ആക്സസ്, ഇങ്ങനെ പല സോഴ്സുകളിൽ കിടക്കുന്ന ഡേറ്റ കളക്ട് ചെയ്യുക. അത് ചിലപ്പോൾ റിപ്പോർട്ടിന്റെ ഫോർമാറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുമാതിരി സ്പ്രെഡ്ഷീറ്റ് തന്നെ ആയിരിക്കാം. ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. സെക്കൻഡ്, ഇതിനെ ക്ലീൻ ചെയ്യുക. സോ പലപ്പോഴും നമുക്ക് പല റിപ്പോർട്ട് കിട്ടുമ്പോഴും ആ റിപ്പോർട്ട് ഒന്നും ക്ലീൻ ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് വാല്യൂ ഒക്കെ മിസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാം, ചിലപ്പോൾ അതിൻ്റെ നെയിമും ടൈറ്റിലൊന്നും പ്രോപ്പർ ആയിരിക്കില്ല. സോ അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ഒക്കെ ഒന്നൊരു പ്രോപ്പർ ഒരു ഫോർമാറ്റ് കൊണ്ടുവരിക. അതാണ് സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് ഇനി ഡേറ്റ അനലിസ്റ്റ്. സോ തേർഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഓർഗനൈസ് ചെയ്യുക. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കളക്ട് ചെയ്തു, ക്ലീൻ ചെയ്തു, പിന്നെ അത് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ അനാലിസിസിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യുക. മേ ബി റോസിൽ കൊടുത്തിരിക്കുന്ന ചിലപ്പോൾ നമ്മൾ അതിനെ ട്രാൻസ്പോസ് ചെയ്തിട്ട് അത് കോളം ഫോർമാറ്റ് ആക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സൂട്ടബിൾ ആകുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നതാണ് തേർഡ് സ്റ്റെപ്പ്. സോ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഡേറ്റ അനാലിസിസ് ആണ്. സോ ഡേറ്റ അനാലിസിസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? വി ആർ അപ്ലൈയിങ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് ടു ഇന്റർപ്രറ്റ് ഡേറ്റ, ഐഡന്റിഫൈ ട്രെൻഡ്സ്, പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഡേറ്റ അനലിസ്റ്റിന് ആ ഡേറ്റയെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ കളക്ഷൻ, ക്ലെൻസിങ്, ദെൻ ഓർഗനൈസിങ്, ദെൻ അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്സ്. 4 കാര്യങ്ങൾ അല്ലെ. 5, ഡേറ്റ വിഷ്വലൈസേഷൻ. ഈ ഇൻസൈറ്റിനെ നമ്മൾ വിഷ്വൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഗ്രാഫ് ആയിരിക്കാം, ഇൻഫോഗ്രാഫിക് ആയിരിക്കാം, റിപ്പോർട്ട്സ് ആവാം അല്ലെ. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല അനലിസ്റ്റുകളും പലതരത്തിലുള്ള ടൂളുകൾ, മേ ബി എക്സൽ ഉപയോഗിക്കാം. എക്സലിന്റെ ഭാഗമായിട്ട് വരുന്ന കുറേ ചാർട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ പവർ BI എന്ന് പറയുന്ന ഒരു ടൂൾ, മൈക്രോസോഫ്റ്റിന്റെ ഒരു ടൂൾ ഉണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള ടൂൾ. അല്ലെങ്കിൽ ടാബ്ലൂ എന്ന് പറയുന്ന വേറൊരു ടൂൾ ഉണ്ട്. അപ്പോൾ
ഇത്തരത്തില് ഏതെങ്കിലും ഡേറ്റ വിഷ്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇൻസൈറ്റ് ഡേറ്റ അനാലിസിസിന്റെ ഔട്ട്പുട്ട് നമ്മളത് ഡിസ്പ്ലേ ചെയ്യും. അത് നമുക്ക് ടാബുലാർ ഫോർമാറ്റിലും കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെ വിഷ്വൽ ചെയ്യുന്നതിന് ഗുണം എന്ന് പറഞ്ഞാൽ അത് കാണുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ ഇൻസൈറ്റ് ഗ്രഹിക്കാൻ പറ്റും. അതാണ് ഈ നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാണിക്കുന്നതിനുള്ള ഒരു. സോ ഡേറ്റ അനലിറ്റിക്സ് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഒന്ന് ഡാഷ്ബോർഡ് ആയിട്ട്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ടി വിയിൽ നമ്മൾ കാണും. ഓക്കെ, വൺ വിന്നിങ്, ലോസ്റ്റ്, ട്രെയിലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാർട്ട്സ് കാണത്തില്ല. സോ ഡേറ്റ വിഷ്വലൈസേഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യമാണ് ഡേറ്റ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡേറ്റ റിപ്പോർട്ട് എന്തായിരിക്കും? സോ പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ആൻഡ് പ്രസന്റേഷൻസ് ദാറ്റ് സമ്മറൈസസ് അനാലിസിസ് റിസൾട്ട്. സോ ഇതൊരു ടാബുലാർ ഫോർമാറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു PDF ഫോർമാറ്റിലായിരിക്കാം. സോ പ്രൊവൈഡിങ് ഇൻസൈറ്റ് ആൻഡ് റെക്കമെൻഡേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ ഡിസിഷൻ മേക്കേഴ്സ്. സോ ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ്. സോ നമുക്ക് ഡാഷ്ബോർഡ്സ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഡാഷ്ബോർഡ്സിൽ നമ്മൾ എടുക്കുന്നത് കീ ഇൻസൈറ്റുകൾ മാത്രമായിരിക്കും, കീ KPIs ഇൻസൈറ്റ് മാത്രമായിരിക്കും ഡാഷ്ബോർഡിൽ. റിപ്പോർട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിരിക്കും. സോ ദ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു ഡേറ്റ അനലിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ? കളക്ഷൻ, ക്ലൻസിങ്, ഓർഗനൈസിങ്, അനലൈസിങ്, ഡാഷ്ബോർഡിങ്, റിപ്പോർട്ടിങ്, ഇത്രയും കാര്യങ്ങൾ. ഇനി ആ ഒരു അനലിസ്റ്റിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? ഓക്കെ, പ്രോബ്ലം സോൾവിങ്. എന്താണ് പ്രോബ്ലം സോൾവിങ്? യൂസിങ് ഡേറ്റ ടു അഡ്രസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഓർ ടു ആൻസർ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ആൻ ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ആൻഡ് ഓപ്പറേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ബാങ്കിങ് ഡൊമൈൻ ആണെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് പ്രോബ്ലംസിന് ആൻസേഴ്സ്. അതും അവർക്ക് അവിടെയുള്ള ഡേറ്റയുടെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ആൻസേഴ്സും ഡിറൈവ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന ആക്ടിവിറ്റീസിന്റെ ട്രാക്ക് എടുത്ത് അതിൽ ആ ഡേറ്റ എടുത്ത് അതിൽ അനാലിസിസ് ചെയ്ത് റിപ്പോർട്ട്സ് കാണിക്കുക. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി. ഗോട്ട് ഇറ്റ്? സോ പ്രോബ്ലം സോൾവിങ്ങിനോടൊപ്പം ഒരു ക്വാളിറ്റിയും കൂടെ വേണം. എന്താണ്? കൊളാബറേഷൻ. കൊളാബറേഷൻ എന്തിനാണ്? ഓക്കെ, എനിക്ക് നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് ഉണ്ട്, എനിക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എനിക്ക് ഡേറ്റ പ്രോസസ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലോ? സോ കൊളാബറേറ്റീവ് സ്കിൽ ഈസ് very much important. So working with other professionals such as data scientists, business analysts, IT teams and management to support data driven decisions. So രണ്ട് കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഒന്ന് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, രണ്ട് കൊളാബറേഷൻ സ്കിൽ. നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ കാണുന്നത് പലർക്കും നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അവര് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്പം പിന്നോക്കമായിരിക്കാം, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് അല്പം പിന്നോട്ടായിരിക്കാം. ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതാണത്. സോ നിങ്ങൾ ഡേറ്റ അനലിസ്റ്റ് ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ കൊളാബറേറ്റീവ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം വെരി ഗുഡ് ഡേറ്റ അനലിസ്റ്റ്. സോ ഇനി ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ ആസ് എ പേരന്റ്, ഞാൻ എൻ്റെ കുട്ടിയെ എന്ത് പഠിപ്പിച്ചാലാണ് അവർക്ക് ഒരു ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ വിജയിക്കാൻ സാധിക്കുന്നത് എന്ന് ആലോചിക്കുന്ന പേരൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവാം. സോ ഞാൻ എന്താണ് പഠിക്കേണ്ടത് ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാനായിട്ട്? മിനിമം ഒബ്റ്റെയിൻ എ ബാച്ചിലർ ഡിഗ്രി ഇൻ ദ റിലേറ്റഡ് സബ്ജക്ട്. either would be statistics, maybe mathematics, computer science, information management, or data science. Also, if you aim some higher positions, right, then consider pursuing a master degree or specialized course in data analytics or business intelligence. Because going forward, BI will play a big role in data analytics. So I have already made another video on the impact of AI in data analytics. Okay, so you can refer that. സോ അനദർ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ചിലർ പറയും അല്ലെങ്കിൽ ചിലരുടെ പേരൻസ് പറയും, എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഞാൻ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല.
പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടുന്നില്ല. എന്തായിരിക്കും അതിന്റെ പ്രോബ്ലം? ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിറങ്ങി വരുമ്പോഴേക്കും ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ അത് ഇറലവൻ്റ് ആയി പോകും. സോ ഇൻഡസ്ട്രി ഈസ് റണ്ണിങ് വെരി ഫാസ്റ്റ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഇൻഡസ്ട്രിക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊരു ഒരു പഠനം നടത്തണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. സോ 1-2 കീ സ്കില്ലോടുകൂടി നിങ്ങൾ എല്ലാവരും സ്വായത്തമാക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ സം കീ ലേണിംഗ് സ്കിൽസ്. 1, ഗുഡ് മാസ്റ്ററി ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ലൈക്ക് understanding the measures, distribution and hypothesis testing. Then coming to programming language. So പല കുട്ടികൾക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ല. അവർ തിയറി വായിച്ച് പഠിക്കുന്നു, അത് പോരാ. So you should learn programming languages like Python, R, then SQL scripting, so which are commonly used for data manipulation and analysis. So നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയമെങ്കിലും പൈത്തൺ പഠിക്കുക, ആർ ലാംഗ്വേജ് പഠിക്കുക, SQL പഠിക്കുക. ഇതൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംമാതിരി യൂട്യൂബ് ചാനൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും ഫ്രീ വേർഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് പൈത്തൺ സ്ക്രിപ്റ്റ് പഠിക്കുക, ആർ ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ SQL പഠിക്കുക. SQL ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യമാണ്. പിന്നീട് ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾസ്. ഇപ്പോൾ എനിക്കറിയാം എക്സലിൽ ഇഷ്ടമാതിരി ഫങ്ഷൻസ് ഉണ്ട്, ഇഷ്ടമാതിരി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഇഷ്ടമാതിരി ഡേറ്റ ഡൗൺലോഡ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതിനെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പവർ BI എന്ന് പറയുന്ന ടൂളൊക്കെ, പവർ BI ഡെസ്ക്ടോപ്പ്, അതൊക്കെ ഫ്രീ ആണ്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പവർ BIയിൽ നമ്മൾ പവർ BI കണക്ട് ചെയ്ത് പവർ BIയിൽ ഉണ്ടാക്കിയ വിഷ്വൽസ് എക്സലിൽ റിപ്ലിക്കേറ്റ് ചെയ്യുക, ടാബ്ലൂ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക. അങ്ങനെ കുറച്ച് ടൂളുകൾ നമ്മൾ സ്വന്തമാക്കണം. സോ ബിക്കം എക്സ്പെർട്ട് ഇൻ ടൂൾസ്, റൈറ്റ്? അതുപോലെ തന്നെ ഡേറ്റ മാനേജ്മെന്റിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്, അതായത് ഡേറ്റ പ്രോസസ്സിങ്, ക്ലീനിങ്, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ദെൻ മെഷീൻ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഒരു ബേസിക് ആയിട്ടുള്ള മെഷീൻ ലേണിംഗിന്റെ ഒരു നോളജ് അത്യാവശ്യമാണ്. മെഷീൻ ലേണിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ അൽഗോരിതംസ് എങ്ങനെ വർക്ക് ഫംഗ്ഷൻ ചെയ്യുന്നു, അതിനെ എങ്ങനെ നമ്മുടെ ഇൻസൈറ്റ് ജനറേഷനിൽ ഉപയോഗിക്കാം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം എക്സ്ട്രാ എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ. ഇത്രമാത്രം ബേസിക് സ്കിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. മേ ബി വർക്ക് ഓൺ സം റിയൽ ടൈം പ്രോജക്റ്റ് ത്രൂ ഇന്റേൺഷിപ്പ് ഓർ പാർട്ട് ടൈം ജോബ്സ് ഓർ പേഴ്സണൽ പ്രോജക്ട്സ്. Participate in all college level programs like hackathons or practice your skills, join some club or communities, contribute. That makes you stronger. So compile your work and projects in your portfolio, then showcase your skills in job portals like LinkedIn. All those are really going to give you a boost. Try getting some certification. There are a lot of certification like Power BI or ITSL. You can find certification even from Microsoft, not very costly. You may have to pay some 5,000 maybe, I think. Then apply for job, do networking. I think these are some of the techniques that you can apply for getting you into heights. So once you are there in a job, it is yours to build. No one cares about your qualification. Wish you all the luck. We'll meet you with another topic soon.